വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഏപ്രിൽ 21 മുതൽ 30 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർമന നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 25-ന് നാഗപൂജ, 26-ന് ദേവിക്ക് പൊങ്കാല സമർപ്പണം, 30-ന് നാദസ്വരത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ദിവസേന വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത്, മാനേജർ MA രാജു, ഓഫീസ് മാനേജർ സുരേഷ് നമ്പുള്ളി, സുരേന്ദ്രൻ സുപ്രീം എന്നിവർ ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരാൻ പോകുന്ന 2026 ഏപ്രിൽ 21 തീയതി മുതൽ 30 തീയതി വരെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം പങ്ങാവ് ശിവക്ഷേത്രത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷമായി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിക്കുകയും അത് വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടി നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഈ വർഷവും വിപുലമായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൂജാതി കർമ്മങ്ങളും കൊണ്ടും സാംസ്കാരിക പരിപാടികൾ കൊണ്ടും സമ്പന്നമായ രീതിയിൽ തന്നെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 21 തീയതി മകീരം ദിനത്തിൽ പ്രതിഷ്ഠാദിന കർമ്മ പരിപാടികൾ ആരംഭിക്കും. 22 തീയതി തിരുവാതിര ഊട്ട് ഈ പ്രദേശത്തെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരുവാതിര ഊട്ട്. അതിനു മുന്നോടിയായി പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങൾ കാലത്ത് തന്നെ ആരംഭിക്കും. അതുപോലെ പ്രഭാഷണം ഉള്ള കാര്യങ്ങളാണ് 22 തീയതി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൈകുന്നേരത്ത് ചുറ്റുവിളക്ക്, അതുപോലെ ഭഗവത് സേവ അങ്ങനെയുള്ള പരിപാടികൾ വൈകുന്നേര നേരങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയുള്ള പരിപാടികളാണ് ബാക്കി വരുന്ന 9 ദിവസവും. 10-ാം ദിവസമാണ് നമ്മുടെ 30-ാം തീയതി ചിത്രനാളിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം വരുന്നത്. ആ ചിത്രനാളിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രി കല്ലൂർ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിപുലമായ പരിപാടികൾ 4 മണിക്ക് തന്നെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും നവകം പഞ്ചഗവ്യം എന്ന് പറയുന്ന പൂജാതി കർമ്മങ്ങൾ എല്ലാം ആരംഭിച്ച് ഏകദേശം ഉച്ചയോടുകൂടി പ്രതിഷ്ഠാദാന പൂജകൾ അവസാനിക്കുകയും ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു ഗ്രാമപ്രദക്ഷിണം എന്ന പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന പരിപാടിയാണ്. ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഗജകേസരി ആയിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആനയുടെ പുറത്ത് നമ്മുടെ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് കാട്ടിൽമന എന്ന് പറയുന്ന കാട്ടിൽമന പങ്ങാവ് ക്ഷേത്രമുണ്ട്. അതായത് ചെറുതുരുത്തി കാട്ടിൽമനയിൽ പങ്ങാവ് ക്ഷേത്രം അവരുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറുതുരുത്തി ടൗണിലൂടെ ഗ്രാമപ്രദക്ഷിണം നടത്തി പങ്ങാവ് ക്ഷേത്രത്തിൽ 7:30 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ എല്ലാ വീടുകളിൽ നിന്നും അയച്ച റോഡ് സൈഡിലുള്ള മുഴുവൻ വീടുകളിൽ നിന്നും നിറപറ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ യാത്ര, ഗ്രാമപ്രദക്ഷിണ യാത്ര നടത്തുന്നത്. എല്ലാ വീടുകളിലും ഭഗവാനെ സ്വീകരിക്കുന്നതിന് തുല്യമായ നിറപറ വെച്ച് സ്വീകരിക്കുകയും ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചെറുതുരുത്തി ടൗണിലൂടെ വന്ന് പങ്ങാവ് ക്ഷേത്രത്തിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരു 100ഓളം വരുന്ന അമ്മമാരുടെ താലമേന്തിയ അമ്മമാർ ആ ഗ്രാമപ്രദക്ഷിണ യാത്രയിൽ പങ്കാളികളാവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഭക്തജനങ്ങൾ ആ ഗ്രാമപ്രദക്ഷിണ യാത്രയിൽ പങ്കാളികളാവും. അതിനുശേഷം ഇവിടെ ഒരു ചുറ്റുവിളക്ക്, മറ്റു അത്താഴപൂജയ്ക്ക് ശേഷം ഇവിടെ പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 26 തീയതി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പൊങ്കാല ആചരിക്കുന്നതിന് വേണ്ടി, മകം നാളിൽ പൊങ്കാല ആചരിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ആയില്യം നാളിൽ ആയില്യപൂജ, 100 പാലും ഉള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ അതിന് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അമ്മമാരുടെ ഒരു മാതൃസമിതി രൂപീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് വിവിധ തരത്തിൽ തിരുവാതിരക്കളി സംഘം അങ്ങനെയുള്ള എല്ലാം നാമജപം നടത്തുന്ന അമ്മമാർ ഇവരെല്ലാം ചേർത്തുകൊണ്ട് പങ്ങാവ് മാതൃസമിതി എന്ന രീതിയിൽ ഒരു മാതൃസമിതി രൂപീകരിച്ച് ഈ പൊങ്കാലയൊക്കെ ആ അമ്മമാരുടെ നേതൃത്വത്തിലാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം
പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.